ഷാർജയിൽ മലിനജലം ശേഖരിക്കുന്നതിന് ഫീസ് ഏർപ്പെടുത്തുന്നു. 1 ഗാലൻ ജലത്തിന് 1 ദിർഹം 50 ഫിൽസ് എന്ന രീതിയിലാണ് നിരക്ക്. പുതിയ നിരക്ക് ഏപ്രിൽ 1-ന് പ്രാബല്യത്തിൽ വരും. ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. സിവാ ബില്ലിൽ ഉൾപ്പെടുത്തിയാണ് മലിനജലത്തിനും ഫീസ് ഈടാക്കുക. ലോക സർക്കാർ ഉച്ചകോടിക്ക് ദുബായിൽ തുടക്കമായി. ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുക എന്ന പ്രമേയത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. ഫെബ്രുവരി 13 വരെയാണ് ഉച്ചകോടി നടക്കുക. ലോക സർക്കാർ ഉച്ചകോടിയുടെ 12ാം പതിപ്പാണ് ആഗോള പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. 30-ലധികം രാഷ്ട്രത്തലവന്മാരും സർക്കാർ തലവന്മാരും 80-ലധികം രാജ്യാന്തര പ്രാദേശിക സംഘടനകളും ആഗോള സ്ഥാപനങ്ങളും 140 സർക്കാർ പ്രതിനിധികളും ആണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. യുഎയിലെ ഇൻഷുറൻസ് കമ്പനികൾ 2024-ൽ മെഡിക്കൽ ക്ലെയിം നൽകിയത് ആകെ 1650 കോടി ദിർഹം എന്ന് സെൻട്രൽ ബാങ്ക്. 2024-ലെ ആദ്യ 9 മാസക്കാലത്തിനിടയിലെ കണക്കാണ് ഇത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ക്ലെയിമിൽ 14.6% വർധന. മുൻ വർഷത്തെ അപേക്ഷിച്ച് ആകെ തുകയിൽ 210 കോടി ദിർഹത്തിൻ്റെതാണ് വർധന. കുവൈത്തിൽ ഗതാഗത നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഒരാഴ്ചക്കിടയിൽ 40,000-ലധികം നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. ജനുവരി 1 മുതൽ 7 വരെ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങളുടെ കണക്കാണ് കുവൈത്ത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടത്. 43,760 നിയമലംഘനങ്ങളാണ് ഇക്കാലയളവിൽ രേഖപ്പെടുത്തിയത്. പ്രായപൂർത്തിയാകാതെ വാഹനം ഓടിച്ച് 48 പേരും പിടിയിലായി. അതിശൈത്യത്തിന്റെ പിടിയിലമർന്ന് സൗദി അറേബ്യ. താപനില 0-ലും താഴെ എത്തിയതോടെ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. -2 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില. 0-ലും താഴെ എത്തിയതോടെ കഠിന തണുപ്പാണ് അനുഭവപ്പെടുന്നത്. തുറായിഫിൽ താപനില -2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിൽ താപനില -3 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ താഴാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. യുഎയിൽ വ്യത്യസ്ത അപകടങ്ങളിൽപ്പെട്ട് പരിക്കേറ്റ 3 ഇരുചക്രവാഹന യാത്രികരെ രക്ഷപ്പെടുത്തി. ഷാർജയിലാണ് 2 സ്ഥലങ്ങളിലായി അപകടമുണ്ടായത്. എയർവിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. വ്യത്യസ്തമായ ഇരുചക്രവാഹന അപകടങ്ങളിൽപ്പെട്ട 2 ഇമറാത്തി പൗരന്മാരും 1 യൂറോപ്യൻ സ്ത്രീയുമാണ് രക്ഷപ്പെടുത്തിയത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സെക്യൂരിറ്റി സപ്പോർട്ടിന് കീഴിലുള്ള എയർവിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എയർ ആംബുലൻസ് ടീമുകളാണ് 24 മണിക്കൂറിനുള്ളിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പെൻ ഹൗസ് ദുബായിൽ വിൽപ്പനയ്ക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയിലാണ് ആഡംബര വസതി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. 21,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പെൻ ഹൗസിന് 51 ദശലക്ഷം അമേരിക്കൻ ഡോളറാണ് വില. അതായത് 187.17 ദശലക്ഷം ദിർഹം. 1300 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഡംബര വസതി ദുബായ് ഡൗൺ ടൗണിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയതാണ്. NTV UAE to the world.